ഇന്ന് ഞാനൊരു അടിപൊളി ബിരിയാണിയായിട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് ബിരിയാണി ഇഷ്ടമില്ലാത്ത ആരുമില്ല. അതൊരു അടിപൊളി ആംബിയൻസിലും നല്ല ഭംഗിയുള്ള ബിരിയാണി കഴിക്കാനും നല്ല രുചിയുള്ള ബിരിയാണിയും കൂടെ ആണെങ്കിൽ അതൊരു വേറെ വൈബായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു സ്പോട്ടിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇത് തലപ്പാക്കട്ടി ബിരിയാണി കിട്ടുന്ന ഷോപ്പാണ്. അതായത് തമിഴ്നാട് സ്റ്റൈലുള്ള നമ്മൾ അത് തന്നെ തലപ്പാക്കട്ടി ബിരിയാണി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെന്നിരിക്കുന്ന ടേബിളിൽ തന്നെ അവരെല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് അവരെ നമുക്കിപ്പോൾ കോമ്പോസ് ഉണ്ട്. 5 പേര് 4 പേർക്ക് കോമ്പോസ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അവരുടെ കാര്യങ്ങളെല്ലാം മെനു കാർഡിൽ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോപ്പ് അടിപൊളിയായിട്ട് അലങ്കരിച്ച് നല്ല രീതിയിലാണ് അവർ സീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് നമ്മളും ചിക്കൻ തലപ്പാക്കട്ടിയാണ് നമ്മളവരോട് പറഞ്ഞത്. അവർക്ക് മട്ടനും മറ്റ് ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞത് ചിക്കൻ്റെ ഐറ്റാണ് പറഞ്ഞത്. പിന്നെ 65-ൻ്റെ ഉണ്ട്. നമ്മൾ സാധാ ചിക്കൻ തലപ്പാക്കട്ടിയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. പിന്നെ അവരതിൻ്റെ സൈഡായിട്ട് തരുന്നത് അവരുടെ തന്നെ ഒരു ഗ്രേവി ഉണ്ട്. പിന്നെ നമ്മുടെ സലാഡ്. അപ്പോൾ അച്ചാറില്ല കേട്ടോ ഇവർക്ക്. അപ്പോൾ നമ്മൾ അതിനകത്ത് എടുത്തു. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു പപ്പടം, ഒരു മുട്ട, പിന്നെ 2-3 പീസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പീസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ റൈസ് ഒരു മീഡിയം ടൈപ്പ് റൈസാണ്. നല്ല ചൂട് ഒക്കെ ആയിട്ട്. പിന്നെ ഒരു എന്താ പറയുക, ഒരു തക്കാളിയുടെ ഒരു കളറ് കുറച്ച് മുന്തി നിൽക്കുന്ന രീതിയിലുള്ള അതായത് മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക കളറിലാണ് ആ ബിരിയാണി ഉള്ളത്. നല്ലൊരു വാസന വരുന്നുണ്ട്. ഒരു മല്ലി ഇലയുടെ ആ ഒരു ഫ്ലേവറോട് കൂടി ഒരു വാസന വരുന്നുണ്ട്. അതിനകത്ത് 1-2 വലിയ പീസും പിന്നെ ഉള്ളതൊരു മീഡിയം പീസുമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ റൈസ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ പീസുകൾ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. റൈസ് നല്ല രസമുണ്ട്. നല്ല സോഫ്റ്റാണ് റൈസ്. പിന്നെ അവരുടെ ഗ്രേവി ഞാൻ പറഞ്ഞില്ലേ, നല്ല തിക്ക് ഗ്രേവിയാണ്. പിന്നെ ഇതിനകത്ത് അവരുടെ ലെഗ് പീസിനകത്ത് അധികം മീറ്റ് എന്ന് പറയാനില്ല. അതായത് സാധാരണ ഒരു ലെഗ് പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മീറ്റുള്ള ടൈപ്പായിരിക്കും. ഇത് കറക്റ്റ് ആ ലെഗിൻ്റെ ഒപ്പത്തിന് വരുന്ന രീതിയിലുള്ള കോഴി അവരെടുത്തേക്കണം. എനിക്ക് തോന്നുന്നത് ഇതെന്തൊരു ലെഗോൺ കോഴിയാണെന്ന് എനിക്ക് തോന്നുന്നത്. സാധാ ബ്രോയിലർ അല്ല. അപ്പോഴത്തേക്ക് നമ്മൾ ചെറിയ കഷ്ണം ഇറച്ചിയും പിന്നെ ഒരല്പം സലാഡും മുട്ടയും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്നെങ്കിലും കഴിച്ചു നോക്കാം. പിന്നെ അവരുടെ ഗ്രേവി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഗ്രേവിയും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട്. സൂപ്പർ സാധനം എന്തായാലും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ കുറച്ചായി ഇത് വന്നിട്ട്. പക്ഷെ നമുക്ക് ഇതുവരെ പോയി കഴിക്കാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. എന്തായാലും സൂപ്പർ ബിരിയാണിയാണ്. അവർ നമുക്ക് ഇലയിലാട്ടോ ബിരിയാണി തരുന്നത്. ഇത് ഇവരുടെ പാർക്കിംഗ് വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ എത്ര വണ്ടി വന്നു കഴിഞ്ഞാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ശരിക്കും സ്ഥലം വരും നമ്മുടെ ആലുവയിൽ നിന്ന് കളമശ്ശേരി വരുമ്പോൾ കളമശ്ശേരിയിൽ നിന്ന് നമ്മുടെ കണ്ടെയ്നർ റോഡിൽ ഡക്കാത്തലോടുണ്ട്. അതിൻ്റെ തൊട്ട് ചേർന്നാണ് ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി ഉള്ളത്. അതായത് നമ്മുടെ ചാക്കോളാസ് പവലിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നല്ലൊരു തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ബിരിയാണി സ്പെഷ്യൽ കഴിക്കാൻ താല്പര്യമുള്ള ഉറപ്പായിട്ട് മിസ്സാക്കാതെ പോയി കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.